ഹായ് ഹലോ ഗായ്സ്, ഞാനിന്നൊരു ചെറിയ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഒരു റാലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നലെ നവംബർ 2-ാം തീയതി അഖില ലോക സൺഡേ സ്കൂൾ ഡേ ആയിരുന്നു. എല്ലാ വർഷവും നവംബർ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് ഈ വേൾഡ് സൺഡേ സ്കൂൾ ഡേ ആയി ആചരിക്കുന്നത്. 1780 ഇംഗ്ലണ്ടിലെ ഗ്ലോസ്റ്ററിൽ റോബർട്ട് റൈക്സ് തുടങ്ങിയതാണ് ഈ ഒരു പ്രസ്ഥാനം. അവിടുത്തെ കുട്ടികളെല്ലാവരും അന്നത്തെ കാലത്ത് ഫാക്ടറികളിലൊക്കെ ജോലി ചെയ്യുന്നവരായിരുന്നു. അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസവും ബൈബിൾ കഥകളിലൂടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് അദ്ദേഹം സൺഡേ സ്കൂൾ എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം ആരംഭിച്ചത്. അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസ രംഗത്തും സമൂഹത്തിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സൺഡേ സ്കൂൾ എന്ന് പറയുന്നത്. ഇന്നിപ്പം ലോകത്ത് പല സ്ഥലങ്ങളിലായിട്ട് എല്ലാ പള്ളികളിലും പല സഭകളിലും കുട്ടികൾക്ക് വേണ്ടി ഞായറാഴ്ച തോറും ഈ സൺഡേ സ്കൂൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ റാലിയിൽ 15 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും പങ്കെടുക്കുന്നത്. അന്ന് എൻ്റെ അമ്മൂമ്മയുടെ കൂടെയൊക്കെ ഞാൻ സൺഡേ സ്കൂളിലൊക്കെ പങ്കെടുത്തിരുന്ന ടൈമിൽ ഞാൻ ഈ റാലിയിലൊക്കെ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ വർഷം തോറും ഈ വേൾഡ് സൺഡേ സ്കൂൾ ഡേ ഓർക്കുന്നതിനായിട്ട് പല സഭകളും പല റാലികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള LMS കോമ്പൗണ്ടിൽ നിന്ന് തുടങ്ങിയ റാലിയാണ്. അപ്പോൾ പാളയം തിരുവനന്തപുരം ഭാഗത്തു നിന്നാണ് ഈ റാലി തുടങ്ങി. നമ്മുടെ CSI സഭകളാണ് ഈ ഒരു റാലിയിൽ പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ പള്ളിയിലുള്ളവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളെല്ലാവരും തന്നെ ജയ് സൺഡേ സ്കൂൾ എന്നൊക്കെ വിളിച്ചാണ് റാലിയിൽ പങ്കെടുത്തത്. അപ്പോൾ എനിക്ക് കുട്ടിക്കാലത്ത് ഓർമ്മയൊക്കെ വന്നു. അതുപോലെ തന്നെ റാലി കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാനായിട്ട് സ്വീറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. അതിനുശേഷം കുട്ടികളുടെ കലാപരിപാടികളും അവർക്കുള്ള സമ്മാനദാനമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.